എന്നെ പ്രതിക്കൂട്ടിലാക്കി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. അതെന്താണ് സത്യമെന്ന് അറിയണ്ടേ? അതിനുള്ള സമയം തന്നാലല്ലേ പറ്റുള്ളൂ. എത്ര സമയം? പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാനിപ്പോ അതിനെക്കുറിച്ചൊന്നും ഒന്നും പ്രതികരിക്കുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയുമെന്ന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. തനിക്ക് കിട്ടിയത് ചെമ്പുവാളി തന്നെയാണ് എന്ന് ആവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. RB സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, ഇന്നത്തെ ചോദ്യം ചെയ്യൽ അവസാനിച്ചോ? ഇനി വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് വിളിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? വിവരങ്ങളൊക്കെ ശേഖരിച്ചോ? എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാണ്? 3 മണിക്കൂറാണ് ഇന്നിപ്പോ ചോദ്യം ചെയ്യൽ നടന്നത്. ഇന്നലെ 4 മണിക്കൂറായിരുന്നെങ്കിൽ ഇന്ന് 3 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയത്. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും കാര്യമായിട്ടുള്ള ഉത്തരമൊന്നും നൽകിയിരുന്നില്ല. കാരണം ഇന്ന് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ദേവസ്വം വിജിലൻസ് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എന്തെങ്കിലും ഇനി പറയാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയിൽ അറിയിക്കാം എന്നുള്ള കാര്യം മാത്രം അദ്ദേഹം പറഞ്ഞത്. തന്നെ ആരും പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും ഇനിയും അദ്ദേഹത്തിനെ വിളിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ വരും ദിവസങ്ങളിലും ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കാം. ഇനി അടുത്ത ഘട്ടം എന്നോണം വിജിലൻസ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട മറ്റ് സ്പോൺസർമാർ, അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അവരിലേക്ക് പോകാൻ തന്നെയായിരിക്കും ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപക്ഷെ ദേവസ്വം വിജിലൻസ് പോകാൻ ശ്രമിക്കുക. അതിനുശേഷമായിരിക്കും ഈ ഉദ്യോഗസ്ഥ വീഴ്ച എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യലിലേക്കൊക്കെ കടക്കുക. ഏതൊക്കെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുക. 2019-ലും 2025-ലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ പാളികൾ കൊടുത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യാനാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. അത് തന്നെ എടുത്തു പറയേണ്ട ഒരു കൗതുകം എന്നത് ഈ ദേവസ്വം ആസ്ഥാനം, അവിടെ തന്നെയാണ് ദേവസ്വം വിജിലൻസ് പ്രവർത്തിക്കുന്നത്. ഈ ഉത്തരവുകളും അതേപോലെ തന്നെ ഈ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കിയത് ഈ ഓഫീസിന്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അവരെ ഏത് സമയത്തായിരിക്കും ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഈ രേഖകളൊക്കെ എപ്പോഴായിരിക്കും വിജിലൻസ് വാങ്ങിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ അതെന്തായാലും അധികം നീണ്ടു പോകില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇതിപ്പോ 4ാം വട്ട ചോദ്യം ചെയ്യലാണ് പൂർത്തിയായി കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും വ്യക്തത വരുത്തണമെങ്കിൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും.